അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സക്കാത്ത് ഇസ്ലാമിൻ്റെ പഞ്ചസ്തംഭങ്ങളിൽ ഏറെ പ്രാധാന്യമർഹിക്കുന്ന ഒന്നാണ്. സക്കാത്തുൽ മാല്, സമ്പത്തിൻ്റെ സക്കാത്ത്. അപ്പോൾ ആദ്യമായി സമ്പത്ത് എന്നത് ഫുഖഹാ പരിചയപ്പെടുത്തുന്നത് നഖ്ദാനി, സ്വർണം, വെള്ളി, അതിനെ സംബന്ധിച്ചാണ്. അപ്പോൾ സ്വർണം ഒരാളുടെ കൈകളിൽ, നമ്മുടെ ഭാഷയിൽ പറയുകയാണെങ്കിൽ ഒരു 85 ഗ്രാം സ്വർണമുണ്ട്. വെള്ളിയാകുമ്പോൾ ഒരു 595 ഗ്രാം ഉണ്ടെങ്കിൽ അത് ഒരു വർഷം നമ്മുടെ സൂക്ഷിപ്പ് സ്വത്തായിട്ട് ഒരു വർഷം പൂർത്തിയായി. അപ്പോൾ അതിൽ ഒരു 2.5% സക്കാത്ത് നിർബന്ധമാവുന്ന രൂപം വരുന്നുണ്ട്. ഈ സ്വർണത്തിന്റെ സക്കാത്ത് നമ്മൾ പറയുമ്പോൾ ഒരു കാര്യം ഇന്നത്തെ സാഹചര്യത്തിൽ ശ്രദ്ധിക്കാനുണ്ട്. അതായത് 85 ഗ്രാം സ്വർണമാണെന്ന് നമ്മൾ പറയും. ശരിക്കും അത് പ്യുവർ ഗോൾഡ് ആണ് പറയുന്നത്. നമ്മളെ നാട്ടിൽ പറഞ്ഞാൽ 24 കാരറ്റ് സ്വർണം അല്ലെങ്കിൽ തങ്കം 85 ഗ്രാം ഉണ്ടായിരിക്കണം. അപ്പോഴാണ് ഒരാൾക്ക് സക്കാത്ത് വരിക. അതിന് ആഭരണങ്ങളല്ലാത്തോടത്ത്. ഈ ഇപ്പോഴുള്ള സ്വർണം പലതും 24 കാരറ്റ് ആയിരിക്കൂല. അപ്പൊ ഗോൾഡിന്റെ ബാർ ഉണ്ടാവും. ബാറുകൾ മിക്കവാറും 24 കാരറ്റ് തങ്കമായിട്ടാണ് വരിക. എന്നാൽ കോയിന് 916 ആയിരിക്കും. അപ്പൊ 22 കാരറ്റ്. ഈ 22 കാരറ്റ് ഉള്ള സ്വർണം 85 ഗ്രാം ആയാൽ സക്കാത്ത് നിർബന്ധാവൂല. കാരണം അതില് പ്യുവർ ഗോൾഡ് അല്ലല്ലോ, കുറച്ച് അലോയ് കൂട്ടുന്നുണ്ടല്ലോ, അതിൽ പുറത്തുള്ള വസ്തുക്കൾ കൂട്ടുന്നുണ്ടല്ലോ. അപ്പൊ അത് 916 ആണെങ്കിൽ 22 കാരറ്റ് ആണെങ്കിൽ 92.7 ഗ്രാം വേണ്ടി വരും. അപ്പോഴേ ഈ പ്യുവർ 85 ഗ്രാം സ്വർണ്ണാവുള്ളൂ. അത് നമ്മളവിടെ ശ്രദ്ധിക്കേണ്ടതാണ്. പിന്നെ ഇവിടെ ചോദ്യം വരാറുള്ളത്, ഈ ആഭരണങ്ങളായി പല സ്ത്രീകൾക്കും ധാരാളം ആഭരണങ്ങൾ ഉണ്ടാവാറുണ്ട്. സ്ത്രീധനമായിട്ടും മറ്റും ധാരാളം ആഭരണങ്ങൾ ഉണ്ടാവാറുണ്ട്. അപ്പൊ ആഭരണങ്ങൾക്ക് സക്കാത്ത് ഉണ്ടോ എന്നൊരു ചർച്ചയിൽ ഫിഖ്ഹിലെ പ്രഥമമായിട്ടുള്ള ഈ ഭാഗത്തിൽ ആ സക്കാത്ത ഫി ഹുലിയിൻ മുബാഹിൻ. അഥവാ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം സ്വർണം ഉപയോഗിക്കൽ അനുവദനീയാണ്, വെള്ളി ഉപയോഗിക്കൽ അനുവദനീയാണ്. അപ്പോൾ അവള് അത് ആഭരണം അണിയാൻ വേണ്ടിയിട്ട് അവരെടുത്തു വെച്ച സ്വർണങ്ങൾ ധാരാളമുണ്ട്. അപ്പം അതൊരു അമിത വ്യയം എന്ന് പറയുന്നൊരു ഇടത്തേക്കൊന്നും എത്തുന്നില്ല എങ്കിൽ, അവളെത്ര സ്വർണം എടുത്തു വെച്ചു, അതെടുത്തു വെച്ചത് ആഭരണം അണിയാൻ വേണ്ടിയാണ്, ഏതെങ്കിലും ഒരു സമയത്ത് അണിയാൻ വേണ്ടിയാണ് എന്ന ചിന്തയിലാണെങ്കിൽ അപ്പോൾ അവിടെ സക്കാത്ത് നിർബന്ധമാകുന്ന രൂപം വരുന്നില്ല. മറിച്ച് ഇതൊരു സൂക്ഷിപ്പ് സ്വത്തായിട്ട് ഇതെപ്പോഴെങ്കിലും സ്വർണത്തിന് വില കൂടുന്ന സമയത്ത് വിൽക്കാമല്ലോ, അപ്പോൾ കൂടുതൽ സമ്പത്ത് ലഭിക്കുമല്ലോ, അപ്പോൾ ജീവിതം ഉയർന്ന നിലവാരത്തിലെത്താമല്ലോ എന്നുള്ള ചിന്തയിലൊക്കെ ആണെങ്കിൽ അതിന് സക്കാത്ത് നിർബന്ധമായി വരും. അതായത് ഈ സ്വർണത്തിന്റെ സക്കാത്ത്, ആഭരണത്തിന്റെ സക്കാത്ത് പലർക്കും സംശയം ഉണ്ടാകുന്നതാണ്. അതിൽ ഒരു സംശയം ഇങ്ങനെയാ, ഇപ്പൊ ഒരാളടുത്ത് കുറെ കോയിനുകൾ ഉണ്ട്, അല്ലെങ്കിൽ സ്വർണത്തിന്റെ ബാറുണ്ട്. അത് ഇനി മകളെ കെട്ടിക്കുന്ന സമയത്ത് ഇൻഷാ അല്ലാഹ് അത് വിറ്റിട്ട് മാല ഉണ്ടാക്കണം, വള ഉണ്ടാക്കണം. അപ്പൊ ഒരു 10 കൊല്ലം കഴിഞ്ഞിട്ടാണ് ഉണ്ടാകുക. അപ്പൊ ഇതിന് സക്കാത്ത് വരുമോ എന്നുള്ളതാ. അതിന് സക്കാത്ത് വരും. കാരണം എന്താ വെച്ചാൽ ഇപ്പൊ അത് ആഭരണമായിട്ടല്ലല്ലോ ഉപയോഗിക്കുന്നത്, ഇപ്പൊ അത് സമ്പത്തായിട്ടാണ് ഉള്ളത്. ഇനി മറ്റൊരു സംശയ വിഷയത്തിൽ ഉണ്ടാകാറുള്ളത്, ഒരു പെണ്ണിന്റെ കല്യാണം കഴിഞ്ഞിട്ട് കുറേ ആഭരണങ്ങളുണ്ട്, 100 പവനുണ്ട്. ഈ 100 പവനൊക്കെ ഹലാലാകുമോ എന്നുള്ളതാ. അത് പ്രശ്നമില്ല. 100ഉം 150 പവനൊന്നും ദുർവ്യയം, അമിത വ്യയം എന്ന് പറയാൻ ഇല്ല. ഫിഖ്ഹിൽ അതിന്റെ ഉദാഹരണം പറഞ്ഞത് ഒരു പാദസാരം, അത് ഒരുപാട് ഉദാഹരണം പറയും. ഒരു പാദസാരം 50 പവന്, അങ്ങനെ നടപ്പനുസരിച്ച് ഉണ്ടാവില്ലല്ലോ. അതാണ് അമിത വ്യയം, ദുർവ്യയം, ഹലാലല്ലാത്ത ആഭരണം എന്നൊക്കെ പറയുന്നത്. ഇനി ഇങ്ങനെ കല്യാണം കഴിഞ്ഞിട്ട് 80 പവന് അല്ലെങ്കിൽ 60 പവന് ഒക്കെ ഉള്ള ആളുകൾ ഉണ്ടാവും. പ്രത്യേകിച്ചും പണ്ട് കല്യാണം കഴിഞ്ഞ ആളുകൾ, അവരെ വീട്ടിൽ ഇപ്പോഴും അത് ഉണ്ടാവും. അതവര് ധരിക്കൽ വളരെ വിരളായിരിക്കും. കല്യാണത്തിനോ സൽക്കാരത്തിനോ പോലും അത് ധരിക്കുന്നുണ്ടാവില്ല. അതിങ്ങനെ അൾമാരയിൽ വെച്ചിട്ട് ഉണ്ടാവുക. അപ്പൊ ഇതിന് സക്കാത്ത് വരുമോ? അപ്പൊ അതിന് സക്കാത്ത് വരുമോ എന്ന് ചോദിച്ചാൽ അവിടെ നോക്കുക, ആ ആഭരണത്തെ നമ്മൾ എങ്ങനെയാണ് കാണുന്നത്. പലപ്പോഴായിട്ടും എപ്പോഴെങ്കിലും വല്ലപ്പോഴും ധരിച്ചാലും മതി, ധരിക്കാനുള്ളതാണ് എന്നതാണോ നമ്മളെ ഉദ്ദേശം? അതല്ല. ഇതിപ്പോ ഇനി അവിടെ നിൽക്കട്ടെ, ഇനിയിപ്പോ ധരിക്കൊന്നും വേണ്ട, വീടെടുക്കണ സമയത്ത് ഇത് വിറ്റിട്ട് വീടുണ്ടാക്കാം, അങ്ങനെയാണോ? അങ്ങനെയാണ് സക്കാത്ത് നിർബന്ധവും.
അതേസമയം സാധാരണ നടക്കുന്ന നാട്ടടപ്പ് ഉണ്ട്. ആഭരണം ഇങ്ങനെ ധരിക്കും, വീടുണ്ടാക്കുമ്പോൾ അത് വിൽക്കും ചെയ്യാം. അപ്പൊ കുറച്ച് അൽമാറയിൽ ഉണ്ടാകും, അത് എപ്പോഴെങ്കിലും ധരിക്കുള്ളൂ. ഇത് ധരിക്കാനുള്ളതാണോ ധരിക്കും ചെയ്യും, ആവശ്യം വന്നാൽ വിൽക്കും ചെയ്യാം. അപ്പൊ അത് ആഭരണമായിട്ട് തന്നെയാണ് ഉള്ളത്. അപ്പൊ അതിന് സക്കാത്ത് വരൂല. സ്വർണത്തിന്റെ സക്കാത്തിന് സ്വർണം തന്നെ കൊടുക്കണം, വെള്ളിയുടെ സക്കാത്തിന് വെള്ളി തന്നെ കൊടുക്കണം. ചില ആൾക്കാർ ചോദിക്കും, അപ്പൊ സ്വർണത്തിന്റെ സക്കാത്തിന് സ്വർണം തന്നെ കൊടുക്കുമ്പോ ആ സ്വർണത്തിൽ നിന്ന് മുറിച്ചു കൊടുക്കണോ? അത് വേണ്ട. വേറെ സ്വർണം നമ്മൾ വാങ്ങിക്കൊടുത്താലും മതി, അല്ലെങ്കിൽ നമ്മളെ കയ്യിലുള്ള വേറെ സ്വർണം എടുത്തു കൊടുത്താലും മതി. ഇനി സ്വർണത്തിന്റെ സക്കാത്തിന് ക്യാഷ് കൊടുത്താൽ മതിയെന്ന് ചോദിച്ചാല് അത് മതിയാകൂല. അത് മതിയാകൂല എന്ന് പറഞ്ഞാൽ എത്രത്തോളം? സ്വർണത്തിന്റെ സക്കാത്തിന് വെള്ളി കൊടുത്താൽ മതിയാവൂല എന്ന് തന്നെ പണ്ഡിതന്മാര് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ പിന്നെ സ്വർണത്തിന് ക്യാഷ് ചെയ്താലും മതിയാവില്ലല്ലോ. അതുപോലെ വെള്ളിന്റെ സക്കാത്താണെങ്കിൽ സ്വർണം കൊടുത്താലും മതിയാവില്ല. ഏതാണോ ഇനം അത് തന്നെ കൊടുക്കണം. ഇനി പണത്തിന്റെ സക്കാത്ത് അല്ലെങ്കിൽ പൈസയുടെ സക്കാത്ത് എന്നൊക്കെ പറയാം. അതെപ്പോഴാ വരികയെന്ന് ചോദിച്ചാല്, ഒരാളുടെ ഉടമസ്ഥതയില് 595 ഗ്രാം വെള്ളിന്റെ പൈസ ഒരു കൊല്ലമുണ്ടെങ്കിൽ അപ്പോഴതിന്റെ സക്കാത്ത് വരുള്ളൂ. അവിടെ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കാനുള്ളത് ഒരാളുടെ ഉടമസ്ഥയിൽ വേണം. ഇപ്പൊ പള്ളി കമ്മിറ്റിന്റെ അക്കൗണ്ട് ചിലപ്പോൾ ലക്ഷങ്ങൾ ഉണ്ടാവും, അല്ലെങ്കിൽ ചില അലുമിനി, സ്റ്റുഡൻസ് യൂണിയന്, സ്ഥാപനങ്ങൾ, ഇതിൻ്റെ ഒക്കെ ഒരുപാട് പൈസ ഉണ്ടാവും. അതിന് സക്കാത്ത് വരില്ല. അതൊരു വ്യക്തിയല്ല, വ്യക്തികൾക്കാണ് സക്കാത്ത് വരിക. അതുപോലെ ഇത് ഒരു വർഷം ഉണ്ടായിരിക്കണം. എന്ന് പറഞ്ഞാൽ ഉദാഹരണം പറയാം, നമ്മളടുത്ത് 5 ലക്ഷം റുപ്യ ഉണ്ട്. ഈ 5 ലക്ഷം റുപ്യ മുഹറം 1 ഉണ്ടായിരുന്നു. പിന്നെ റബീഉൽ അവ്വൽ വന്നപ്പോൾ നമ്മളൊന്നായിട്ട് ചെലവഴിച്ച് ഭയങ്കര മൗലിദൊക്കെ നടത്തിയിട്ട് സംഭവമാക്കി നടത്തിയിട്ട് പൈസ ഒക്കെ കഴിഞ്ഞ് ഇപ്പം ആകെ 25,000 റുപ്യ ഉള്ളൂ. 25,000 റുപ്യ എന്ന് പറഞ്ഞാൽ 595 ഗ്രാം വെള്ളിന്റെ പൈസ അല്ലല്ലോ. പക്ഷെ പിന്നെ നമുക്ക് അൽഹംദുലില്ലാ ക്യാഷ് നല്ലോണം വന്ന് 5 ലക്ഷം വീണ്ടും വന്ന്. അപ്പോൾ അടുത്ത മുഹറം 1 ആയാൽ അതിന് സക്കാത്ത് കൊടുക്കണോ വേണ്ടേ? അത് വേണ്ട. കാരണം അതിൻ്റെ ഇടയ്ക്ക് നമ്മളിന്ന് മിസ്സായല്ലോ. 5 ലക്ഷം ഇല്ലാത്ത ഒരു 5 ലക്ഷം എന്ന് പറഞ്ഞാൽ 595 ഗ്രാം വെള്ളിന്റെ പൈസ, അതില്ലാത്തൊരവസ്ഥ വന്നല്ലോ. അപ്പൊ ഇങ്ങനെ ഉണ്ടായാൽ സക്കാത്ത് നിർബന്ധമാവില്ല. ആ വർഷം മൊത്തം ഈ പൈസ നമ്മളെടുത്ത് വേണം, എങ്കിലേ അതിന്റെ സക്കാത്ത് നമുക്ക് നിർബന്ധമാവും.